50-ാം ദിവസം വരെ അവിടെ മേൽനോട്ടം വഹിച്ചുണ്ടായി. ഒരു തരത്തിലുമുള്ള ആക്ഷേപങ്ങൾക്ക് ഇട നൽകാതെയാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നത്. അതിന് എല്ലാ ഭാഗത്തു നിന്നും സഹകരണവും പിന്തുണയും ലഭിക്കുകയുമുണ്ടായി. ആ പിന്തുണ എന്തോ ചെറിയൊരു അസ്വാരസ്യം ഉണ്ടാക്കിയെന്നാണ് സംശയിക്കുന്നത്. ആ പിന്തുണയും അതുപോലെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായവും, ഇപ്പോൾ പിന്തുണ തകർക്കുക, സഹായം തടയുക, ഈ അജണ്ടയാണ് ഇപ്പോൾ പുറത്തു വന്ന വ്യാജ വാർത്തക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വേണം കരുതാൻ. ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയയച്ച് സാധാരണ ജനങ്ങൾ സംഭാവന നൽകുകയാണ്. ആ ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നൊരു ദുഷ്ടലക്ഷ്യം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരു സംശയവുമില്ലാതെ പറഞ്ഞു വെക്കാനുള്ളത്, ഇതൊരു സാധാരണ മാധ്യമ പ്രവർത്തനമല്ല, വിശേഷിപ്പിക്കാവുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമെന്ന് മാത്രമാണ്. ഈ നശീകരണ മാധ്യമ പ്രവർത്തനം സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ്. തങ്ങളുടെ വിശ്വാസക്കാർക്ക് മാത്രമല്ല, സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ഇത്തരം ആളുകൾക്കുണ്ടാവണം. എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ ഇക്കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നില്ല. ചിലവ തെറ്റായ വാർത്ത കൊടുത്തു എന്ന് മനസ്സിലാക്കി തിരുത്തിയിട്ടുണ്ട്. അത്രത്തോളം നല്ലത് തന്നെ. ഇവിടെ മാധ്യമങ്ങൾ പൊതുവെ വിവാദ നിർമ്മാണശാലകളായി മാറിയതാണ് കണ്ടത്. യാഥാർത്ഥ്യം വസ്തുനിഷ്ഠമായി സമൂഹത്തിലെത്തിച്ച് ജനാധിപത്യത്തെ ശക്തമാക്കുക, ഇതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ട ധർമ്മം. എന്നാൽ ആ ഉത്തരവാദിത്വം വിസ്മരിച്ചുകൊണ്ടാണ് പല മാധ്യമങ്ങളും പ്രവർത്തിച്ചത്. അതിനു പകരം വിവാദങ്ങൾ സൃഷ്ടിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കച്ചവട രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുക എന്ന നിലയിലേക്ക് അധപ്പതിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ താരതമ്യമില്ലാത്ത ദുരന്തമാണ് മേപ്പാടിയിലുണ്ടായത്. ദുരന്ത നിവാരണത്തിന് അടിയന്തര ധനസഹായം അനുവദിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം മെമ്മോറാണ്ടം സമർപ്പിച്ചു. ആ മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ ചെലവിൻ്റെ കണക്കായി വ്യാഖ്യാനിച്ചാണ് വ്യാജ വാർത്ത ഉണ്ടാക്കിയത്. ഏതു വിധേനയും സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം നേടുന്ന ത്വരയിൽ ദുരന്തത്തിൻ്റെ ഇരകളായ മനുഷ്യരെയാണ് ദ്രോഹിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാവണം. ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെയും ദുരിതാശ്വാസ നിധികളുടെയും വിശ്വാസ്യത തകർക്കുന്നതിനായി നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ വലിയ പ്രത്യാഘാതങ്ങളാണ് സമൂഹത്തിലുണ്ടാക്കുക. ഒരു വാർത്ത ആർക്കെതിരെയാണോ റിപ്പോർട്ട് ചെയ്യുന്നത്, അതിനു മുൻപ് അവരോട്, ബന്ധപ്പെട്ടവരോട് അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുക എന്ന അടിസ്ഥാന മാധ്യമധർമ്മം പാലിക്കാതെയാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലുള്ള വാർത്ത പ്രക്ഷേപണം ചെയ്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെയുള്ള മെമ്മോറാണ്ടത്തിലെ ഹൈക്കോടതി മുൻപാകെ സമർപ്പിച്ചതാണത്. ആ മെമ്മോറാണ്ടത്തിലെ വസ്തുതകൾ സ്വയം മനസ്സിലാക്കാൻ കഴിയാത്തവരുണ്ടാകാം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ
അതിനാവശ്യമായ വൈദഗ്ധ്യമുള്ളവരോട് ചോദിച്ച് തിരിച്ചറിയാനുള്ള സത്യസന്ധത കാണിക്കണ്ടേ? ആ സത്യസന്ധത ഇവിടെ കാണിക്കാൻ തയ്യാറായില്ല എന്നതാണ് നാം കാണേണ്ടത്. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തയ്യാറാക്കിയ മെമ്മോറാണ്ടമാണ് കേരളം നൽകിയത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ധൂർത്തും അഴിമതിയുമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരെ തിരിക്കാനാണ് വ്യാജ വാർത്തക്കാർ ആഗ്രഹിച്ചത്. ഒരു കുടുംബത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ തയ്യാറാക്കുന്നത്ര ലളിത യുക്തിയിലാണ് ഒരു മഹാദുരന്തത്തിൻ്റെ മെമ്മോറാണ്ടത്തെ അവലോകനം ചെയ്തത്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി മാത്രമേ മെമ്മോറാണ്ടം വഴി ധനസഹായം ചോദിക്കാൻ സാധിക്കൂ. അത് അറിയാത്തവരല്ല കേരളത്തിലെ മാധ്യമങ്ങൾ. 2012 മുതൽ 2019 വരെ വിവിധ സർക്കാരുകൾ പല ദുരന്തഘട്ട